ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ നൈറ്റ് ഓഫ് ആയതുകൊണ്ടും ഞങ്ങൾ ഈവനിങ്ങിൽ വെറുതെ ജസ്റ്റ് ഒരു ഡ്രൈവിനിറങ്ങി. ചെറിയ ഒരു സ്മോൾ ട്രിപ്പ് പോലെ പോകാനായിട്ട്. സമ്മർ ആയതുകൊണ്ടും അതുപോലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. നല്ല നീലാകാശവും ഒരു സൈഡിൽ നീണ്ടു നടക്കുന്ന കടലും മറു സൈഡിൽ ഫാമും ലാമ്പും അതുപോലെ തന്നെ കുറേ ഷീപ്പുകളും വീടുകളും നല്ല കൺട്രി സൈഡിലുള്ള വ്യൂസ് അതിമനോഹരമായിരുന്നു. കുറച്ച് കാടുകളിലൂടെയും പിന്നെ കുറച്ച് മലനിരകളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് എത്തിയത്. ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് പോകുമ്പോൾ നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വേറെ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും യാത്ര അതിമനോഹരമാണ്. നമ്മൾ എത്തിയ സ്ഥലം മാലിൻ ഹെഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കൗണ്ടി ടൊണിഗലിൽ വരുന്ന ഒരു പാർട്ടാണ്. ഇത് അയർലൻഡിൻ്റെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കടലിടുക്കാണ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുള്ളൊരു കടലിടുക്കാണ്. ഈ മാലിൻ ഹെഡിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷമുള്ള വ്യൂ കണ്ട് ശരിക്കും പറയാൻ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കടലിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഇത് ബ്ലൂ കളറിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. കാറ്റ് ചില സമയത്തൊക്കെ നമ്മളെ പറത്തിക്കൊണ്ട് പോകുമോ എന്നൊരു ഫീൽ തന്നെ തോന്നി. ഞങ്ങൾ ഇടുക്കിയിലായതുകൊണ്ട് ഞങ്ങൾ രാമക്കൽമേട് പോകുന്ന സമയത്തുണ്ടാകുന്ന അതേ തരം ഒരു കാറ്റ് അവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് കടലിടുക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ടുള്ള പാത്ത് വേ ഒക്കെ ഉണ്ട്. അതിലേ ചെന്ന് ഒത്തിരി നമുക്ക് കടലിൻ്റെ അടുത്തോട്ട് പോകത്തില്ല. വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള കുഴിയൊക്കെ ഉണ്ട്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിൽഡ്രൻ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കടലിൽ തന്നെ ഇതിൻ്റെ തിരകൾ നല്ല സ്പീഡിലാണ് ഈ തിരകൾ അടിക്കുന്നത്. അത് കാണാനും അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാനും ഒക്കെ അടിപൊളി ഒരു രസമാണ്. പക്ഷേ കാറ്റും തണുപ്പും ഉള്ളത് കൊണ്ട് തന്നെ അധികം നേരം നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുതിര ഫാം കണ്ടു. അവിടെ കുറേ കുതിരകളുണ്ടായിരുന്നു. അപ്പം ആവണിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുതിരേനെയൊക്കെ ഇങ്ങനെ കണ്ട് നോക്കി കുറച്ച് നേരം ഞങ്ങൾ നിന്നതിന് ശേഷമാണ് വന്നത്. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കടകളൊന്നുമില്ല. നമുക്ക് ഒരു എന്തെങ്കിലും സാധനമോ വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും മേടിക്കുന്ന കടകളൊന്നുമില്ല. അതുപോലെ തന്നെ ടോയ്ലറ്റ് സർവീസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഇത് ഒത്തിരി ഈ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ക്യാരവാനിലൊക്കെ ആളുകൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കാണാൻ പറ്റി. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കുറേ കോട്ടേജുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒത്തിരി ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ ഒരു പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റോ അല്ലെങ്കിൽ ഷോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസോ പാർക്കുകളോ ചിൽഡ്രൻസ് പാർക്കുകളോ അങ്ങനെയൊന്നും കണ്ടില്ല. അതാണ് ഒരു ഇതായിട്ട് തോന്നിയത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഒന്ന് പോയിട്ട് തിരിച്ച് വരാനാണ് പ്രോബ്ലം. പക്ഷേ നമ്മളൊരു 1 ഡേ